എന്താണ് പോക്കി? ആരാണ് ഇതിലെ പോക്കി? ഞാനാണ്. എന്താണ് പോക്കി? എന്താണ് പോക്കി എന്നൊക്കെ എനിക്കത് കൂട്ടത്തിൽ ആരാധികവരാർക്കാനും മനസ്സിലായി. ഇതൊന്നും ഞാൻ പറയട്ടെ, ഇതൊക്കെ തന്നെ വരും. കൂട്ടത്തിൽ സുന്ദരന്മാരാണെന്നും ബുദ്ധിമാരാണെന്നും ആരാധികവരാർക്കാനൊക്കെ വരും. പരസ്പരം ചർച്ചകളെ കുറിച്ച് ട്രോളാറുണ്ട്, ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഓർഡറാണ്. ഞാൻ തിങ്കളാഴ്ച വെള്ളയായിരിക്കും, ചൊവ്വാഴ്ച ചുവപ്പായിരിക്കും, ബുധനാഴ്ച പച്ചയായിരിക്കും, വ്യാഴാഴ്ച മഞ്ഞയായിരിക്കും, വെള്ളിയാഴ്ച ചുവപ്പായിരിക്കും, ശനിയാഴ്ച കറുപ്പായിരിക്കും. ഇതൊരു സ്ഥിരം അങ്ങനെയാണ്. ഏത് ദിവസം എന്റെ ചർച്ച നോക്കിക്കൊടുക്കും. ശനിയാഴ്ച എന്റെ ചർച്ച കൊണ്ടുവരുന്ന ഞാൻ കറുപ്പായിരിക്കും ഉണ്ടാവുക. വ്യാഴാഴ്ച ഞാൻ ദിവസം നോക്കിയിട്ടുണ്ട്. ഇത് 2016 ഏട്ടൻ്റെ കല്യാണം. 9 വർഷം മുതൽ. യെസ്. പക്ഷെ പക്ഷെ ഈ ഷർട്ട് അന്ന് എനിക്ക് ഭയങ്കര ലൂസായിരുന്നു. ഡിസംബറിൽ ഇതെനിക്ക് ആ സമയത്ത് ഭയങ്കര ലൂസായിരുന്നു. ഇപ്പം എന്താ ഈ ആക്സിഡന്റിന് ശേഷം ഭയങ്കരമായിട്ട് തടി കൂടിയുണ്ട്. ഈ അടുത്ത കാലത്ത് മേടിച്ചൊന്നും ഇടാൻ പറ്റാറില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഈ ഷർട്ട് മാത്രം 2014 ആക്സിഡന്റ് മുമ്പ് തടി ഇത്രയും ഉണ്ടായിരുന്നില്ല. സെപ്റ്റംബർ യുവരാജാവാണെന്നും ഉടനെ രാജാവാവും തോന്നിപ്പിക്കാൻ വേണ്ടി മൂപ്പരിന്റെ പേരാണ്. കൂട്ടത്തിൽ മണ്ടനാര് ബുദ്ധിമാനാര് എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലായി. അത് ശരിയാ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിപരമായ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. പഠിക്കേണ്ട ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണേണ്ടത് കാണുന്നുള്ളത്. ഈ അർജുനന്റെ ഒരു കേസ് പറഞ്ഞാലുണ്ടല്ലോ, ആ കണ്ണാണ് കാണേണ്ടത്, അത് കാണുമെന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ അവിടെ ഇരിക്കുന്ന ഫ്ലോറിനകത്ത് നമുക്കൊരു ധാരണയുണ്ട് 1-4 ആണ് നമ്മൾ പോയിരിക്കുന്നത്. നമ്മളിത് എന്ത് പറഞ്ഞിരുന്നാലും ഇപ്പൊ കാക്കയുടെ നിറം കറുപ്പാണോ വെളുപ്പാണോ എന്നാണ് അവർ പറയുകയാണ്, കാക്കയുടെ നിറം വെളുപ്പാണ് എന്നാണ് അവർ പറയുന്ന പോയിന്റ് എന്ന് വെച്ചോളൂ. നമ്മളതിന് ഇനി എത്ര നമ്മൾ സ്ഥാപിച്ചാലും ആ ഇരിക്കുന്ന 4 പേര് സമ്മതിച്ചു തരാൻ പോകുന്നില്ല കാക്കയുടെ നിറം കറുപ്പാണെന്നുള്ളത്. അപ്പൊ ഞാൻ ഇവരെ 4 പേര് അങ്ങ് വിടും. നിങ്ങളോട് സംസാരിക്കലല്ല എൻ്റെ പണി. ഞാൻ അഡ്രസ് ചെയ്യുന്ന പബ്ലിക്കിനെയാണ്. അവർക്ക് കൺവിൻസ്ഡ് ആയി നിങ്ങൾ എന്തോ പറഞ്ഞിട്ട് പോകുന്ന പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. നല്ല ഉരുളക്കുപ്പേരി പോലെയുള്ള മറുപടി ഇപ്പൊ അന്നത്തെ ജോലി മാസമാക്കാനുള്ള ചർച്ചയിൽ ഇടാ വെച്ചപ്പോ എന്താ ശരി നീ പറയാ. ഇവര് കുറച്ച് ചോദ്യമൊക്കെ മുമ്പ് കൊണ്ടുവച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയും, ശംഖുവിന്റെ അടുത്ത് ഇതുപോലത്തെ എന്തെങ്കിലും നമ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ശംഖു എവിടെയെങ്കിലും പോയിട്ട് ഭൂമിശാസ്ത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടുള്ള സദ്യയുടെ അനാട്ടമിയിലൊക്കെ പോകുന്നുണ്ട്. അത് പിന്നെ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, ഞാൻ ജനൻ ടി വിക്കാരെ കേൾക്കാൻ പറയുന്നത് അല്ല, പ്രേക്ഷകരെ കേൾക്കാൻ വേണ്ടി പറയുന്നത്. ഈ ഷൂട്ട് തുടങ്ങാൻ 1.5 മണിക്കൂർ ടൈം എടുത്തു. എന്താണെന്നറിയോ, ഇവര് പറയാ വയറ് കാണുന്നുണ്ട് ശംഖു കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കല. അവസാനം മനസ്സിലായി ഈ മൈക്കിന്റെ വയറ് കാണുന്നതിന്റെ അത് മണിക്കന്നെ എടുത്തോളൂ. ഇത് ചോദിച്ചിട്ട് അവനോട് ഉത്തരം പറയാം. അറിയില്ല, നോക്കാം എന്താ ഇതിലുള്ളതെന്ന്. ഇഷ്ടമുള്ള ആളെ കൊണ്ട് പാട്ട് പാടിക്കുക. അല്ല ഒരു കാര്യം ഉറപ്പുണ്ട്. ഒരിക്കലും ഉറപ്പുണ്ട്. പണിക്ക് ശംഖു എന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം പറയാൻ പറ്റുമോ? എന്നെ എത്ര ഇഷ്ടമായതുകൊണ്ട് ഇയാളെ കൊണ്ട് ഇഷ്ടമുള്ള ആളെ കൊണ്ട് പാട്ട് പാടിക്കുക. ഇഷ്ടമുള്ള ആളെ കൊണ്ട് പറഞ്ഞ് പാട്ട് പഠിപ്പിക്കുക. എനിക്ക് പാടാൻ അറിയില്ല. എനിക്ക് പാടാൻ അറിയില്ല. എന്നെ അറിയാവുന്ന ഞാനൊരു കാര്യം പറയാം. എന്നോട് പാടാൻ പറയുന്നു പറഞ്ഞ് എന്നെ അറിയാവുന്ന ആൾക്കാർ മൊത്തം ഇപ്പൊ ടി വി ഓഫ് ചെയ്യും. വെറുതെ ജനൻ ടി വി ഉപദ്രവിക്കരുത്. ശരിയാവില്ല. എന്നെ കൊണ്ട് പറ്റില്ലെന്നേ. ഇല്ല, അതും പറ്റില്ല. അതും പറ്റില്ല. ഓണം വന്നല്ലോ. ഇത്ര അറിയാമെങ്കിൽ മാറിക്കോട്ടെ. എനിക്ക് പറഞ്ഞാ പോരെ. നിങ്ങൾ എടുത്തോളൂ. എന്തായാലും പാട്ടിന്റെ ചോദ്യം വരില്ലല്ലോ. ആ ഒരു സമാധാനം കഴിഞ്ഞല്ലോ. ജീവിതത്തിൽ ചമ്മിപ്പോയ നിമിഷം. ജീവിതത്തിൽ ചമ്മിപ്പോയ നിമിഷം. അതിപ്പോ ഒരു നിമിഷമായിട്ടൊക്കെ കണ്ടുപിടിക്കാൻ വലിയ പാടായിരിക്കും. ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനകത്തിപ്പോ ഒന്നെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ ചമ്മി. ഈ ഇടയ്ക്കൊരു അബദ്ധം പറ്റി കേട്ടോ. ഈ ഇടയ്ക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാല് ഞാൻ ഒരാൾ എന്നോട് ഒരു സഹായം ചോദിച്ചു വിളിക്കുക. അപ്പം ഞാൻ ഈ നോർമലി കഴിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റർടൈൻ ചെയ്യും. പക്ഷെ എന്നാലും നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിലാവുമല്ലോ.
അപ്പോൾ 2 പേര് എന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഒരാൾ അവിടുത്തെ ഒരു ബൂത്ത് പ്രസിഡന്റാണ്, മറ്റേ ആൾ സഹായം ചോദിച്ചു വരുന്നതാണ്. 2 പേരുടെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ 2 പേരുടെയും പേര് ഒന്നുമാണ്. നടന്ന സംഭവമാണ്. അപ്പോൾ ഇയാൾ വന്ന് എന്നെ കാണാൻ വേണ്ടി അവിടെ നിൽക്കുവാണ്. അപ്പം ഞാൻ ചെന്ന ഉടനെ എന്നെ മറ്റേ ആളെന്നെ വന്ന് പരിചയപ്പെട്ടു, ഞാൻ ഇന്ന ആളാണ്. അപ്പം ഞാൻ കരുതി ഓക്കെ അത് ബൂത്ത് പ്രസിഡന്റാണ്, ഒരേ പേരാണ്. അപ്പം ഞാൻ ഏരിയ പ്രസിഡന്റ് ഉണ്ട് അവിടുത്തെ. ആ ഏരിയ പ്രസിഡന്റ് ഫോൺ വിളിച്ച് എടുക്കത്തേ ഇല്ല. അപ്പം ഞാൻ എന്നെ സഹായം ചോദിച്ച് വിളിക്കുന്ന ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഏരിയ പ്രസിഡന്റിനെ വിളിച്ചിട്ട് ഞാൻ ഉള്ള ലൊക്കേഷൻ നോക്കുന്നത്. പക്ഷേ ഇയാൾ എങ്ങനെ കണ്ടുപിടിച്ച് അവിടെ നിൽക്കുകയാണ്. വന്നു നിന്നു, അകത്ത് വന്നു. കുറച്ച് കഴിഞ്ഞാൽ ഏരിയ പ്രസിഡന്റ് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരാൾ കുറേ നേരമായിട്ട് എന്നെ ശല്യം ചെയ്യുന്നുണ്ട്, അയാൾക്കെന്തോ സഹായം വേണം, നിങ്ങളെ വിളിക്കും കേട്ടോ. ഉടനെ മറ്റേ ആളെടുത്ത്, ഞാനാണ് ആ ശല്യം ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് സംപ്രേഷണം ചെയ്ത് കഴിയുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ ശരിക്കും നമ്മൾ പോകുന്നത്. അല്ല, ഇത് സംഭവിച്ചു പോകുന്നതാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ന്യൂ ജനറേഷൻ ആവാൻ ശ്രമിക്കാറുണ്ടോ? തീരെ ശ്രമിക്കാറില്ല. അല്ല, ന്യൂ ജനറേഷൻ ശ്രമിക്കാറില്ല എന്ന് മാത്രമല്ല, യുവരാജ് എന്നോട് പറയരുത്, ഇന്നലത്തെ മനോരമ ന്യൂസിലെ ചർച്ചയിൽ ഞാൻ ഗുരുതിയുടെ പ്രസാദവും 2 ചെവിയിലും പൂവും വെച്ചിട്ടാ ചർച്ചയിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാനൊക്കെ വെച്ചാല് അവിടെ അമ്പലത്തിൽ ഇത്ര ഭഗവത് സേവ ഉണ്ടായിരുന്നു. അപ്പൊ ഭഗവത് സേവ കഴിഞ്ഞിട്ട് നേരെ വന്നിട്ടാണ് ചർച്ചയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇയാള് ചോദിക്കായിരുന്നു, കുറി തൊട്ട് നോക്കിയാ പൂവെങ്കിലും ഒന്ന് എടുത്ത് കളയാ. അപ്പൊ എന്നോട് പറയാം, ഇല്ല കുറി പൂവൊന്നും ഭഗവതി സേവ. ഞാൻ പറഞ്ഞു, ഭഗവതി സേവയുടെ പൂവാണ്, അവിടെ ഇരുന്നോട്ടെ, അതിനടുത്ത് അങ്ങോട്ടൊന്ന് വെച്ചിട്ട് ചർച്ചിൽ കഴിയുമ്പോൾ അതിനോട് തിരിച്ച് വെച്ചാൽ പോലെ. യാതൊരു ശ്രമവും നടത്താറില്ല. കൂട്ടത്തിൽ ആർക്കാണ് കൂടുതൽ ആരാധികമാർ? കല്യാണം കഴിച്ചവർക്കാണോ കഴിക്കാത്തവർക്കാണോ? സ്വാഭാവികമായിട്ട് ഞാനോർന്നു സ്വയം കല്യാണം കഴിച്ചതല്ലോ. അല്ല, അതൊന്നുമില്ല. കല്യാണം കഴിക്കില്ല എന്നൊരു വിശേഷം മാത്രമേ നമുക്കുള്ളൂ. വേറൊരു 2 ചെവിയിൽ പോവും. ആരാധികമാര് കൂടുതൽ വരാൻ സാധ്യത പണിക്കർക്കാന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളാ വലിയ ഗ്ലാമറല്ലേ. എന്തായാലും അല്ലാതെ ആരാധികമാരുണ്ടാവുന്നവർ കുറച്ച് സൂക്ഷിച്ചോളൂ. കാലം അത്ര നല്ലതല്ല. കാലം വളരെ മോശമാണ്. മെസ്സേജ് വല്ലാതെ അയക്കാതിരിക്കുന്നത് ശ്രദ്ധിക്കുക. അല്ല, വാട്സാപ്പിലും മെസ്സഞ്ചറിലും അയക്കുന്ന ഓക്കെ, വാട്സാപ്പിലും മെസ്സഞ്ചറിലും അയക്കുന്ന ഓക്കെ. ജിപേയിൽ ഒരാൾക്കാർ അല്ലല്ല ജിപേയിൽ ഒരാൾക്കാർ മെസ്സേജ് അയക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഇതിന് 1-2 ടിപ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ആൾക്കാർ ഇന്നത്തെ കാലത്ത് മറ്റേ ഹണി ട്രാപ്പ് പോലത്തെ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ദയവ് ചെയ്ത് അതിനു വേണ്ടി ശ്രമിക്കേണ്ട, പൊക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചില പൊടിക്കൈകൾ നോക്കുന്നുണ്ട്. അതായത് ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഒരാൾ ഹായ് മെസ്സേജ് അയക്കാം. അപ്പൊ നമ്മളിത് കാണുന്നത് ചിലപ്പോൾ പിന്നീടായിരിക്കും. അപ്പൊ നമ്മൾ തിരിച്ചൊരു ഹായ് അയക്കും. അപ്പൊ ആ സമയത്ത് അവർക്ക് വേണമെങ്കിൽ അവരുടെ മെസ്സേജ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണിക്കർ എന്നെ പിങ് ചെയ്യുന്നേ എന്ന് വേണമെങ്കിൽ വേറൊരാളുടെ അടുത്ത് വേണമെങ്കിൽ കാണിക്കാൻ പറ്റുള്ളൂ. ദൈവം കോഴിയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ മെസ്സേജിലേക്ക് സ്വൈപ്പ് ചെയ്തതിന് ശേഷം റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒറിജിനൽ മെസ്സേജ് അവർ ഡിലീറ്റ് ചെയ്താലും നമ്മൾ ഈ റിപ്ലൈയിൽ അത് കോട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ കിടക്കും. മനസ്സിലായി. അതല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താ വെച്ചാല് അവരുടെ മെസ്സേജിന് കോട്ട് ചെയ്തോണ്ട് റിപ്ലൈ ചെയ്യാം. അങ്ങനെയല്ലാതെ ഗുഡ് ടു ഹിയർ ഫ്രം യു. അത് അതിനനുസരിച്ചിട്ട് അവർ പറഞ്ഞിട്ടുള്ള സാധനത്തിന്റെ ടെയില് പിടിച്ചിട്ട് റിപ്ലൈ കൊടുക്കുക. അപ്പൊ അത് വായിക്കുമ്പോൾ മനസ്സിലാവില്ല ഇതൊരു കാര്യത്തിനുള്ള റിപ്ലൈ ആണ്. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഹായ് ആവുമ്പോ ഹലോ ഗുഡ് ടു ഹിയർ ഫ്രം യു. അല്ല, ഇത് പണിയാണ് യുവരാജ്. ഇദ്ദേഹത്തെ യുവരാജ് എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു ഗോകുന്നാണ്. യുവരാജാവാണെന്നും ഉടനെ രാജാവാവും തോന്നിപ്പിക്കാൻ വേണ്ടി മൂപ്പറിന്റെ പേരാണ്. കൂട്ടത്തിൽ മണ്ടനാര് ബുദ്ധിമാനാര് എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലായി. അത് ശരിയാ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിപരമായ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. അതിന് പകരം മറ്റേ ഭാഗവത സപ്താഹത്തിൽ എന്തായാലും അത് പ്രേക്ഷകർക്ക് മനസ്സിലായി. മറ്റേ ബൂത്ത് പ്രസിഡന്റാണെന്ന് വിചാരിച്ചിട്ട് ഒരു ശല്യക്കാരനെ വിളിച്ചുകൊണ്ടിരിക്കും. ഈ ചോദ്യങ്ങളെല്ലാം
ഈ ഞാൻ വട്ടത്തിലൊക്കെ കാണിച്ചു. അടുക്കളയിൽ കയറി പാചകം ചെയ്യാറുണ്ട്. അതെന്ത് ചോദ്യം? അത് അടുക്കളയിൽ കയറാതെ പുറത്തുനിന്ന് പാചകം പുറത്തടുപ്പ് കൂട്ടി പാചകം ചെയ്യുന്നതാണോ? ഞാൻ എന്തായാലും അടുക്കളയിൽ കയറി പാചകം ചെയ്യാറില്ല. ഡൽഹിയിൽ പഠിച്ചിരുന്ന സമയത്ത്, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിരുന്ന സമയത്ത്, ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് റൂമിൽ തന്നെ ഒരു കുക്കറൊക്കെ വെച്ച് അത്യാവശ്യം പാചകമൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ഡൽഹി പഠിച്ചിട്ടില്ല, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ILIയിലായിരുന്നു, ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അപ്പോൾ ഒരു മയൂർ വിഹാറിൽ ഒരു വീട് എടുത്തിട്ട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം വെജിറ്റബിൾ പുലാവ്, സോയാബീൻ കറി, ചോറ്, അങ്ങനത്തെ സാധനം, ചായ, നൂഡിൽസ്, അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ റവ മാവ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണോ? അല്ലാതെ ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല. ഒരു വലിയ മനുഷ്യനാണ്, കൊണ്ടൊന്നും സാധിച്ചിട്ടില്ല. ഇതൊക്കെ അങ്ങനെ ഇട്ടാ മതി എന്ന് അറിയണ്ടേ? ഇപ്പൊ മറ്റേ ചോദ്യത്തിന് ഉത്തരം വീണ്ടും റവ കിട്ടിയിട്ട് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിക്കാറ്. ഷർട്ടില് 1, 2 ഒക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് ആദ്യത്തെ. അയ്യോ, അത് പുറത്തിട്ടുണ്ടായിരുന്നു. ഓണക്കാലത്ത് മിസ് ചെയ്യുന്ന കാര്യം? ഇല്ല, ഓണക്കാലത്ത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മിസ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ആകെ ഓണക്കാലത്ത് വിഷു മിസ് ചെയ്യാറുണ്ടോ? അല്ല, പിന്നെ ആകെയുള്ളതെന്ന് വെച്ചാൽ നമ്മള് ഫ്ലാറ്റിൽ താമസിക്കുന്നതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഓപ്പൺനെസ് കാര്യങ്ങളൊക്കെ ഇത്തിരി കുറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ലാതെ ബാക്കിയെല്ലാം ഇതേപോലെ തന്നെയാണ്. വീട്ടില് പൂക്കളൊക്കെ ഇടും? ആ, പണ്ട് ഇപ്പൊ സാധാരണ തിരുവോണത്തിന് എല്ലാരും കൂടിയിട്ട് ഫ്ലാറ്റിന്റെ ഒരു പൂക്കളായിട്ട്, അതോ നിങ്ങൾ ഓരോ വീട്ടിലും ഫ്ലാറ്റില് അങ്ങനത്തെ സാധാരണ കോമ്പറ്റീഷൻസ് അങ്ങനത്തെ, അല്ലെങ്കിൽ ഈ തിരുവോണത്തിന് നോർമലി നേരത്തെ പറഞ്ഞില്ലേ, ഓണത്തിന് മുമ്പോ ശേഷമോ ആയിരിക്കും ഫ്ലാറ്റിലെ ഓണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു പൂക്കളൊക്കെ ഉണ്ടാവും. അത് ആൾക്കാരെല്ലാം കൂടെ എല്ലാവരും കൂടി ചേർന്നിട്ട്. അതല്ലാതെ വീട്ടിലായിരുന്ന സമയത്ത് പണ്ട് ഈ നാട്ടിൽ എടുക്കുന്ന പൂക്കളൊക്കെ വെച്ചിട്ട് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷേ എങ്കിലും ഒരു ചെറിയ പൂക്കളൊക്കെ ഇടുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ചെയ്യുന്നത് പോലും പൂവൊക്കെ വാങ്ങിയതിനു ശേഷം തിരുവോണ ദിവസം ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ പിന്നെ അത് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയ മിസ് ചെയ്യുന്നൊന്നുമില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, അത്രേ ഉള്ളൂ. കൂടെയുള്ളവരെ കാണുമ്പോൾ ഓർമ്മ വരുന്ന സിനിമ ഡയലോഗ്? എനിക്ക് കൂടെ ഉള്ളവരെ കാണുന്നത് എനിക്ക് പറക്കുന്ന കളിയല്ല, തില്ലി പിടിക്കുന്ന സുന്ദര. ഇപ്പൊ കൂട്ടത്തിൽ ആരാധികവരാർക്കാലും മനസ്സിലായി. ഇതൊന്നും ഞാൻ പറയട്ടെ, ഇതൊക്കെ തന്നെ വരും. കൂട്ടത്തിൽ സുന്ദരന്മാരാണെന്നും ബുദ്ധിമാരാണെന്നും ആരാധികവരാർക്കൊക്കെ വരും. ഈ സുന്ദരാന്ന് വിളിക്കുമ്പോഴേ നമ്മളെ കൊച്ചിനെ ഇവനെ കണ്ടിട്ടാണോ? ആവശ്യമൊന്നുമില്ല, എനിക്കറിയാതെ. പണിക്കരെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണ്? പണിക്കരെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ട്രോള് കിട്ടാൻ ഒരു സിനിമാ കഥാപാത്രത്തെ വെച്ചിട്ട് അല്ലല്ല, എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ ആക്ച്വലി ഓർമ്മ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരുടെ ഡിബേറ്റിന്റെ രണ്ട് ശൈലിയുണ്ട്. അതായത് ശംഖുവിന്റെ ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഈ തൂവാന തുമ്പികളും താഴ്വാരം ഒക്കെ ഉണ്ടല്ലോ, ശംഖുവിന്റെ ഒരു ഡിബേറ്റിന്റെ ഒരു ശൈലി പൊതുവിൽ പോകുന്ന അതാണ്. അതായത് ഓൾ ടൈം ക്ലാസിക്കുകളാണ്. ആ സമയത്ത് വലിയ വെടിയും പുകയൊന്നും ഉണ്ടാകത്തില്ല, പക്ഷെ ഇതെപ്പോഴും ഭയങ്കര റെഫറൻസ് സാധനം. പണിക്കരുടെ അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഫടികം മറന്നമുരൻ സെറ്റപ്പാണ്. എപ്പോഴും കുറെ വെടിയും പുകയൊക്കെ ഉണ്ടാവും, സംഭവം വേറെ ലെവലിൽ നിൽക്കുക. അതാണ് നിങ്ങളെ രണ്ടുപേരെയും സിനിമ. അല്ല, വെടിമരുന്ന് കമന്റ് ബോക്സിനകത്ത് കിടക്കുന്നുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ട് പണിക്കര് എന്താ പറയാ, ട്രോളി എയർ കയറ്റിയവര് മുഴുവൻ ഇപ്പൊ കേരളത്തിൽ നല്ല നിലയിൽ മന്ത്രിമാര്, സ്പീക്കർമാര്. ഞാൻ ഇടയ്ക്ക് ഏതോ ഒരു കമന്റ് കണ്ടിട്ട് ഞാൻ വിളിച്ചില്ലേ, ഇതെങ്ങനാ പറ്റുന്നതെന്ന് ചോദിച്ചിട്ട് ഏത് കമന്റാന്ന് ഞാൻ പറഞ്ഞു. ഇടയ്ക്ക് ഏതോ വിഷയം പലതരത്തിൽ ഒരാളുടെ തന്തയ്ക്ക് വിളിക്കുക എങ്ങനെയാണ് ഗവേഷണമായിട്ട് എടുത്തിട്ട്. പരസ്പരം ചർച്ചകളെ കുറിച്ച് ട്രോളാറുണ്ട്, ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു. പരസ്പരം ട്രോളല്ല, പരസ്പരം ചർച്ചകളെ പറ്റി അതിനുശേഷം അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുണ്ട്. ചില ദിവസം ഇദ്ദേഹത്തിന്റെ ചർച്ച കണ്ടു കഴിഞ്ഞാൽ വിളിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ഞാനും പണിക്കരും ഒരേ ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് ഞാൻ
കയറിയിട്ട് അരമണിക്കൂറിന് ശേഷം പണിക്കിന് വരികയും എന്നിട്ട് ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ പറയുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ വിളിച്ചിട്ട് ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് പറഞ്ഞാണെന്ന് ആൾക്കാർ സംശയിക്കുമോ എന്നൊക്കെയുണ്ട്. അതേപോലെ തന്നെ യുവരാജാണെങ്കിലും ചർച്ചകൾ കണ്ടാൽ ലിങ്കുകൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്, അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുണ്ട്, ചില കുറവുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാറൊക്കെ ഉണ്ട്. ട്രോളും അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടൊക്കെ ഉണ്ട്, അല്ലാണ്ട് അങ്ങനെ പരിഹസിക്കാൻ വേണ്ടി ഉണ്ടാവില്ല. ഞങ്ങളുടെ ട്രോൾ ചർച്ചകളെ അങ്ങനെ ട്രോളാനുള്ള അവസരം ഞങ്ങൾക്ക് പോലും ലഭിക്കാറില്ല. പുലർത്തുന്ന ചർച്ച പൊതുവിൽ ഞാൻ ഈ സ്വയം പങ്കെടുക്കുന്ന ചർച്ച പിന്നെ കാണാറില്ല. അത് വലിയ പ്രയാസമാണ്. നമ്മളാ ചർച്ചയിൽ ഒരു സമയത്താണ് പറയണു, അത് കഴിഞ്ഞാൽ അതവിടെ വിട്ടു. പിന്നെ ആരെങ്കിലും ഞാൻ ശരിക്കും എന്റെ വീഡിയോ ഒന്നും ഞാൻ എഡിറ്റ് ചെയ്ത് ഞാൻ ഇതുവരെ എന്റെ ചർച്ച ഞാൻ രണ്ടാമത് കണ്ടിട്ടില്ല. എനിക്ക് എന്റെ ശബ്ദം കേൾക്കുന്ന എനിക്കൊരു അല്ല, ഞാൻ എനിക്കൊരാൾ എഡിറ്റ് ചെയ്ത് തരലുണ്ട്, എഡിറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ ഇടാൻ. ഇതിപ്പോ എന്താ വെച്ചാൽ നമ്മുടെ സുഹൃത്തുണ്ട് സലീഷ്, അവരിതെല്ലാം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് ടെലിഗ്രാമിൽ അയച്ചു തരും, നീ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്താണ്, അല്ലാണ്ട് ഇതേ അവസ്ഥ തന്നെ. എനിക്ക് ഒരാൾ കൃത്യമായിട്ട് ഇത് കട്ട് ചെയ്ത് തരുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഉദയൻ എന്ന് പറഞ്ഞിട്ട്, പുള്ളി എനിക്ക് വളരെ പണ്ട് വിട്ടെ ഞാൻ പറയാമല്ലോ ചെയ്യാണ്ട് പുള്ളി അയച്ചു തന്നോണ്ടിരുന്നത്. അപ്പം ഞാനിത് എടുത്തിടും. അതിന് ശേഷം പിന്നെ ഞാൻ ഈ മറ്റേ ഫേസ്ബുക്കിനകത്ത് ഇത് മ്യൂട്ടാക്കി ഇടാൻ പറ്റുമല്ലോ വീഡിയോസ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എൻ്റെ ശബ്ദം തന്നെ വീണ്ടും കേൾക്കും. അപ്പൊ എനിക്കിത് അരോചകമാണ്. അത് കാരണം ഞാനിത് കുറെ ഈശ്വരൻ 3 പേരും പറയണം, വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ട്. ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്നെ കുറിച്ചിട്ടുള്ള വ്യാപകമായ ഒരു പരാതി അതാണ്. പിന്നെ ഞാൻ അതിനകത്ത് ആശ്വാസം കണ്ടെത്തുന്ന ശംഖുവിനെ കാണുമ്പോഴാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്നോട് പലരും പറയലുണ്ട്, എന്നോട് പലരും പറയലുണ്ട് ഡ്രസ്സിങ് കുറച്ചുകൂടെ. കഴിഞ്ഞ ദിവസം കൂടി എൻ്റെ അടുത്ത് ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു ഡ്രസ്സിങ് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഇതൊന്നും മൈൻഡില്ല. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചർച്ച കാണുമ്പോൾ ശംഖുവിടെ ഒരു ടീഷർട്ടൊക്കെ ഇട്ട്, ഒരു വരയും കൂടെയുള്ള വീട്ടിലിട്ടുകൊണ്ട് നടക്കുന്ന ടീഷർട്ടൊക്കെ ഇട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെവിയിൽ 2 പൂവൊക്കെ വെച്ച്. ഞാൻ എന്താ ചെയ്യാ, അന്ധവിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്യാറില്ല. ഞാൻ തികഞ്ഞ അന്ധവിശ്വാസിയാണ്. ഞാൻ ദിവസം നോക്കിയിട്ടാ ഷർട്ട് ഇടുക. അതായത് ഞാൻ തിങ്കളാഴ്ച വെള്ളയായിരിക്കും, ചൊവ്വാഴ്ച ചുവപ്പായിരിക്കും, ബുധനാഴ്ച പച്ചയായിരിക്കും, വ്യാഴാഴ്ച മഞ്ഞയായിരിക്കും, വെള്ളിയാഴ്ച ചുവപ്പായിരിക്കും, ശനിയാഴ്ച കറുപ്പായിരിക്കും. ഇതൊരു സ്ഥിരം അങ്ങനെയാ. ഏത് ദിവസം എന്റെ ചർച്ച നോക്കിക്കോളൂ. നിങ്ങൾ ശനിയാഴ്ച എന്റെ ചർച്ച കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞാൻ കറുപ്പായിരിക്കും ഉണ്ടാവുക. ഞായറാഴ്ച ഞാൻ ദിവസം നോക്കിയിട്ടുണ്ട്. ഷർട്ടിന്റെ മഹത്വം എന്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് ഉള്ള കുഴപ്പം, ഞാൻ പലപ്പോഴും ഇടുന്ന അതേ സെറ്റ് ഓഫ് ഡ്രസ്സുകൾ തുടർച്ചയായി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഈ നനച്ച് അടുക്കി വെക്കുന്നതിന്റെ മുകളിൽ നിന്ന് എടുക്കുക എന്നുള്ളതല്ലാതെ ആദ്യം പോയി എടുക്കുന്ന ഒരു പരിപാടിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ റിപ്പീറ്റായി വരും. ഇന്നെന്താ ഒരു പട്ടുകുപ്പായ കിടന്ന് 2016 ഏട്ടന്റെ കല്യാണത്തിന് മേടിച്ച ഷർട്ടാട്ടോ. പണിക്കൊരു കുർത്തിയൊക്കെ മേടിച്ചിട്ടെന്ന് പറഞ്ഞപ്പോ കുറച്ച് മേടിച്ചാണ്. അല്ല, അത് ഇന്നലെ മുതൽ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ ഡ്രസ്സ് ഇടുന്നത്, എന്നോട് അവരെ വിളിച്ചിട്ട് വൃത്തിയുള്ള ഡ്രസ്സ് ഇടണം ചേട്ടൻ, സാധാരണ വരുന്ന പോലെ വരരുതെന്ന് പറഞ്ഞു എന്നൊക്കെ എന്നോട്. ഇത് പിന്നെ ഈ ഷർട്ട് 8 വർഷം മുമ്പത്തേതാണ്. ഇത് 2016 ഏട്ടന്റെ കല്യാണം 9 വർഷം മുമ്പത്തെ. അന്ന് ശങ്കുന് ഇത്ര വണ്ണമുണ്ട്. പക്ഷെ ഈ ഷർട്ട് അന്ന് എനിക്ക് ഭയങ്കര ഡിസംബറിൽ എടുത്തതാണ്. അല്ല, ഇതെനിക്ക് ആ സമയത്ത് ഭയങ്കര ലൂസായിരുന്നു. എനിക്കിപ്പോ എന്താ വെച്ചാൽ ഈ ആക്സിഡന്റിന് ശേഷം ഭയങ്കരമായിട്ട് തടി കൂടിയുണ്ട്. ഈ അടുത്ത കാലത്ത് മേടിച്ചൊന്നും ഇടാൻ പറ്റാറില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഈ ഷർട്ട് മാത്രം 2014 ആക്സിഡന്റിന് മുമ്പ് തടി കുറവായിരുന്നു. ആക്സിഡന്റ് മുമ്പ് തടി ഇത്ര ഉണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും ഉണ്ടായിരുന്നില്ലെങ്കിൽ അതിപ്പോ എല്ലാവരും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോസ്റ്ററിലെ ഫോട്ടോ എടുത്ത് നോക്കി. 2022 ഒരു ഫോട്ടോ കുറച്ച് ചേർത്ത് ഒരാൾ ടാഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹിന്ദു സമ്മേളനത്തിന് അവിടെ നിൽക്കുന്നത് ഇതേപോലെ. ഞാൻ ഇങ്ങനെ തടിച്ചു, ആക്സിഡന്റിന് ശേഷമാണ് ഇങ്ങനെ തടിച്ചത്. പക്ഷെ കുറേ കിട്ടോ, കുറയ്ക്കാനുള്ള ഞാൻ ഏർപ്പെടുന്നുണ്ട്. സെപ്റ്റംബർ ഓണസദ്യയിലെ ഇഷ്ട വിഭവത്തിന്റെ റെസിപ്പി എന്ന് പറഞ്ഞൊരാളെ വിവരിക്കില്ല. അല്ല, ഓണ് ഇപ്പൊ പൊതുവിൽ മറ്റേ സദ്യയിൽ ഈ കറിവട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഓലൻ എന്ന് പറയുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള വെളുത്ത നിറത്തിലുള്ള കുമ്പളങ്ങ ഇട്ടിട്ടുള്ള ഓലൻ എന്ന് പറയുന്നതാണ്. പിന്നെ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പായസമാണ്. പൊതുവെ പായസം ഭയങ്കര പ്രിയമാണ്. ചിക്കൻ കറി 3-4 ഗ്ലാസ്സൊക്കെ നിഷ്പ്രയാസം കൂടി. അങ്ങനെയില്ല, പായസം എല്ലാത്തിനും ശേഷം. കഴിഞ്ഞ
പറഞ്ഞ കൂടെ ഉള്ളൂ. ഈശ്വര, എന്താണ് പോക്കി? ആരാണ് ഇതിലെ പോക്കി? ഞാനാണ്. എന്താണ് പോക്കി? എന്താണ് ഈ പോക്കി തന്നെ എനിക്കത് പൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, കാണാൻ ഭയങ്കര രസമായിട്ടുള്ള ആ വിഷയത്തിൽ കൂടുതൽ ചർച്ച വേണ്ട. ചർച്ചയിൽ ചിരി അടക്കാൻ കഴിയാത്ത നിമിഷം. ഓ, ഇഷ്ടം പോലെ. ഈ കഴിഞ്ഞ ദിവസം കൂടി ഉണ്ടായിരുന്നു. എന്താ? ഞാന് ഏഷ്യാനെറ്റിലെ ആ വാക്ക് ഇവിടെ വീണ്ടും പറയാൻ പറ്റില്ല. ഏഷ്യാനെറ്റിലെ ഒരു ചർച്ചയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു ഫെലോ പാനലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം മലയാളം നന്നായി സംസാരിക്കുന്ന ആളാണ്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആളല്ല, വിദേശത്താണ് സ്ഥിരമായി താമസിക്കുന്നത്. അപ്പോൾ മലയാളം ഉപയോഗിക്കുന്നതിനൊക്കെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം അവതാരം എന്നൊരു വാക്ക് പറഞ്ഞു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് പലപ്പോഴും ഇത് തെറ്റിപ്പോകുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ മഴയും മറിയും ഒക്കെ ഇദ്ദേഹം പറയുന്ന സമയത്ത് ഒരു തവണ ആങ്കർ പറഞ്ഞു, ആ രണ്ടായാലും ഒന്ന് തന്നെ. ഈ അവതാരവും പറഞ്ഞു, വേറൊരു വാക്കും കൂടി പുള്ളി പറഞ്ഞു. ഇത് കേട്ട സമയത്ത് എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങ് കുനിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നങ്ങ് ചിരിച്ചു. ആ ചർച്ച കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു, എന്റെ സ്ത്രീത്ത് നിങ്ങളെ ഈ ചർച്ചയുടെ വീഡിയോ വീണ്ടും കാണുമ്പോൾ നിങ്ങളാ ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് അലറി എന്ന് ചിരിക്കുകയാണ്, ഇങ്ങനെ തെറ്റ് പറ്റിയല്ലോ എന്ന് കരുതിയിട്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ മെസ്സേജ് അയച്ചു. പിന്നെ ഒരുപാട് സന്ദർഭങ്ങൾ ഇങ്ങനെ നമ്മുടെ സ്വാമി സന്ദീപാനന്ദഗിരി ഒപ്പം വരുന്ന സമയത്ത് ഒരിക്കല് ആശ്രമത്തിൽ വിളക്കെത്തിക്കാറുണ്ട്. അതൊരു തമാശയാണ്. പിന്നെ ഷമാ മുഹമ്മദിനെ പോലുള്ള ആൾക്കാരിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഇതുപോലെ ചിരി സഹിക്കാൻ പറ്റാതെ വന്നിരിക്കുന്ന ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ധാരാളം അനുഭവമുണ്ട്. പ്രത്യേകിച്ചും ഈ എതിരെ വന്നിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക, അവരിങ്ങനെ ഉഴപ്പുന്ന സമയത്ത് അവരിങ്ങനെ ശരിക്കുള്ള വിഷയം പറയാൻ കഴിയാതെ അവരിങ്ങനെ കിടന്ന് മലക്കം പറയുമല്ലോ. ആ സമയത്ത് നമുക്ക് ശരി വരണ്ട. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ഒരു കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചിട്ട് ചർച്ചയ്ക്ക് ഔദ്യോഗിക പ്രതിനിധികളെ വിടുന്നില്ല കോൺഗ്രസ്. അപ്പോൾ അവർക്ക് വേണ്ടി ശ്രീകുമാർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്, അദ്ദേഹമാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ കാര്യമായിട്ട് പറയുന്നത്, ഞാനൊരു ചോദ്യം ഈ ചർച്ചയിൽ ചോദിക്കാം, അതിന് രണ്ട് കൂട്ടരും മറുപടി പറയണം, CPM-ഉം BJP-യും മറുപടി പറയണം. എന്താ ചോദ്യം എന്ന് വെച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാട് ശരിയോ തെറ്റോ ഇത് പറയണം. അപ്പം ഞാൻ പറഞ്ഞു അതിന് ഉത്തരം പറയാൻ പറ്റില്ലല്ലോ, അതൊരു ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉത്തരവുണ്ട്. അപ്പം ഞാനിത് എന്ത് പറഞ്ഞാലും ശരിയെന്ന് പറഞ്ഞാലും തെറ്റെന്ന് പറഞ്ഞാലും അത് ഇദ്ദേഹത്തിനെതിരെ നടപടി എടുത്തു എന്ന് സമ്മതിക്കില്ലാവില്ലേ. അതെങ്ങനെയാണ് അതൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം പറയാൻ പറ്റില്ല, ശരി തെറ്റ് പറയാനുള്ള ആർജവം വേണ്ട. ഞാൻ മുമ്പരോട് ചോദിച്ചു, അങ്ങിപ്പോഴും ഭ്രാന്തിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന വിവരം അങ്ങയുടെ സുഹൃത്തുക്കൾക്ക് അറിയാം, ശരി അല്ലെങ്കിൽ ഈകളെന്ന് പറഞ്ഞാൽ പറയുന്നത് ഭ്രാന്തിന്റെ കുളിക്കുന്നതിൽ എവിടെ കയറി വന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കുറെ തമാശകളൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും പല ചർച്ചകളും ഞാൻ ധാരാളം ചിരിക്കുന്ന വീഡിയോകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അല്ല, ചിരിക്കുന്ന വീഡിയോ ഉണ്ട്. അത് പർട്ടിക്കുലർലി എനിക്ക് തോന്നുന്നു ഒരിക്കൽ പഠിക്കുന്ന ഓപ്പോസിറ്റ് ഇരുന്നിട്ട് എന്തോ ഒരു വിഷയമായിരുന്നു. ഞാൻ ഇപ്പുറത്തിരുന്ന് ഞാൻ കുറെ ചിരിച്ചു. പക്ഷെ അത് ചർച്ച ഞാൻ ഓർക്കുന്നില്ല. നീ ഇടയ്ക്ക് ഏറ്റവും ഇതായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനത്തിന്റെ തന്നെ ചർച്ച ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മനാഫ് മറ്റേ ആ ധർമ്മസ്ഥല വിഷയം. ധർമ്മസ്ഥല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും താല്പര്യത്തോടുകൂടിയല്ല ചർച്ചയ്ക്ക് കയറുന്നത്. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറെ ട്രാവൽ ചെയ്ത് ബഹളമൊക്കെ ആയിട്ട് വരാം. അപ്പൊ ഞാൻ കയറുമ്പോൾ തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇതാണ് വിഷയം, അപ്പൊ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റുന്ന അവസ്ഥയിലല്ല ഞാൻ ഇരിക്കുക, ഒരട്ടത്തിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത്. അങ്ങോട്ട് കയറി ഇവന്റെ മണ്ടത്തരം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ പിന്നെ എന്റെ ഘട്ടം പറയുന്ന അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് ഫോൺ ചോദിക്കാം, ആരാങ്കർ ഞാൻ ആങ്കറൊക്കെ അങ്ങോട്ട് മാറി ഫുള്ളോൺ അടിയായിരുന്നു. അത് പക്ഷേ ഓപ്പോസിറ്റ് പാനൽ എല്ലാവരും ചിരിയായിരുന്നു അന്ന് മൊത്തത്തിലൊരു. തീർന്നു, പേപ്പർ തീർന്നു. ചർച്ചയുടെ ഭാഗം കൂടി ആയതുകൊണ്ട് ചർച്ചയെ പറ്റി ചോദിക്കാം. ചർച്ചയിലുള്ള പ്രിപ്പറേഷൻ അതൊരു പക്ഷേ ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുണ്ടാകും. നമ്മളിപ്പോൾ പോകുന്ന സമയത്തെല്ലാം ആൾക്കാർ ചോദിക്കാറുണ്ട്, ഒരുപാട് വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ട്രേഡ് സീക്രട്ട് അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ഒരു ഇന്നത്തെ വിഷയം ഇതാണ് ചർച്ച നമ്മൾ അറിയുമ്പോൾ തന്നെ 3:30-4 മണിയാവും. BJP-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും 3 മണിക്കൊരു മീഡിയ മീറ്റിംഗ് ഉണ്ട്. അന്നത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുന്നൊരു മീഡിയ മീറ്റിംഗ് ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ പാർട്ടിയുടെ മീഡിയ സെല്ലിലേക്കാണ് ഈ മാധ്യമങ്ങളൊക്കെ വിളിക്കുക. ആൾക്കാർ വിചാരിക്കുന്നത് നമ്മളെ നേരിട്ടിട്ടാണ് മാധ്യമങ്ങൾ വിളിക്കുന്നതാണ്. അങ്ങനെയല്ല, നമ്മുടെ ചോയ്സ് അല്ല ഏത് മാധ്യമത്തിലാണ് നമ്മൾ ചർച്ചയ്ക്ക് പോകുന്നത്.
ഈ മാധ്യമങ്ങൾ വിളിക്കുന്നത് BJPയുടെ മീഡിയ സെല്ലിലേക്കാണ്. ആ മീഡിയ സെല്ലുകാരാണ് ആ വിഷയത്തിന് ആരാണ് പോകേണ്ടതെന്ന് നിശ്ചയിച്ച് അവർ നമ്മളെ വിളിച്ചിട്ട് പറയും ഇത് ഇന്ന ചാനലിൽ ഇന്ന വിഷയമാണ്, അതിന് നിങ്ങൾ പോകണം എന്ന് പറയും. അപ്പോൾ ഈ വിവരം നമുക്ക് കിട്ടുന്നത് എത്ര മണിക്കാവും? ഒരു 4 മണി 4:30 നമുക്ക് കിട്ടുക. ചർച്ച എപ്പോഴും 7:30 8 മണിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനിടയിൽ നമുക്ക് എത്ര സമയം ഉണ്ടാവുള്ളൂ? 3 മണിക്കൂർ, കഷ്ടി 3.5 മണിക്കൂർ സമയം ഉണ്ടാവുള്ളൂ. മാത്രമല്ല ഇതിനിടയിൽ നമ്മൾ വേറെ പ്രോഗ്രാമുകളിലായിരിക്കും, നമ്മൾ യാത്രയിലായിരിക്കും, നമ്മൾ വൈകുന്നേരം കമ്മിറ്റ് ചെയ്തിട്ടുള്ള വേറെ പൊതുപരിപാടികളോ പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വല്ല അമ്പലത്തിൽ വല്ല പൂജ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനിടയിലൊരു ബാലൻസിങ് ആണ് ഈ പഠിക്കുക എന്ന് പറയുന്നത്. കൂടുതൽ ആളുകളൊക്കെ സഹായിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ മീഡിയ ഗ്രൂപ്പിൽ തന്നെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും അതുമായി ബന്ധപ്പെട്ട വാർത്താ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അതിന് പുറമെ നമ്മുടെ സ്വന്തമായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഒരു വിഷയം ചർച്ചയ്ക്കായിട്ട് പഠിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ജനറലായിട്ടുള്ളൊരു തയ്യാറെടുപ്പിൻ്റെ ഒരു റിസൾട്ടാണ് ചർച്ചയിൽ വരുന്നത്. അതല്ലാതെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രിപ്പയർ എടുത്ത് നമ്മൾ ആ ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ ചെറിയ സമയം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിളിലാവുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ 2 മണിക്കൂർ സമയത്ത് അങ്ങനെ വല്ലാണ്ട് ബന്ധപ്പെടാൻ നിൽക്കാറില്ല. ഞാൻ അതിനെ പറ്റിയിട്ടുള്ളൊരു ജനറൽ ഒരു ധാരണ നമുക്ക് ഉണ്ടല്ലോ, അതൊന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യാറുണ്ട് എന്നല്ലാതെ ആ ഒരു സമയത്തിനിടയിൽ എന്തെങ്കിലും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല വ്യക്തി. അല്ല, എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ പണ്ട് ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഇപ്പോൾ വായിക്കാൻ അങ്ങനെ സമയം കിട്ടലില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ 2ാം ഊഴം വായിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ളൊരു വായനയുണ്ട്. അത് 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് ഞാൻ ഈ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് വായിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ വായന എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചരിത്രപരമായ കുറേ ഇൻസിഡൻസ് മനസ്സിനകത്ത് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഒരു വിഷയം ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനൊരു സംഭവം ഉണ്ട് എവിടെയോ എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് അതിനെടുത്ത് പ്രിപ്പയർ ചെയ്ത പോലാണ്. പിന്നെ പലപ്പോഴും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിലുപരി അപ്പുറത്തുനിന്ന് എന്ത് വരും എന്നുള്ളതിനെ കുറിച്ചിട്ടും കൂടി നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൂടിയും പ്രിപ്പയർഡായിട്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങൾ രണ്ടുപേരിലും ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത പറയാം ചർച്ചയാണ്. ഒന്ന്, പണിക്കരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണേണ്ടത് കാണുമെന്നുള്ളതാണ്. ഈ അർജുനൻ്റെ ഒരു കേസ് പറഞ്ഞാലുണ്ടല്ലോ, കണ്ണാണ് കാണേണ്ടത്, അത് കാണും എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും താങ്കളുടെ ചർച്ചയുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് റിലേറ്റഡാണ്. ശരിയാണ് പറയുന്നത്, അവിടെ അങ്ങനെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇപ്പോൾ CA വിഷയത്തിൽ പോലും ഡിബേറ്റ് വരുമ്പോൾ ശരിയാണത്, ഇത് പറഞ്ഞാൽ മതി, നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമല്ലോ. ശംഖുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാത്തത് കാണും എന്നുള്ളതാണ്. ശംഖു കുറേ കാലം സിവിൽ സർവീസ് ഉൾപ്പെടെ ചെയ്തില്ലായിരുന്നു അല്ലേ, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പം ഈ കാണാത്ത കുറേ സാധനങ്ങളാണ് എന്ന് പറയാം. ഇപ്പം രണ്ടുപേരുടെ ഭയങ്കര ഷാർപ്പാവുന്നതാണ്. ഈ അർജുനൻ്റെ തന്നെ 2 ക്വാളിറ്റീസാണ്, കാണേണ്ടത് കാണുകയും ചെയ്യും, കാണാത്തത് കാണുകയും ചെയ്യും എന്ന് പറയുന്നവരാണ്. അത് നിങ്ങൾ രണ്ടുപേരെയും ഭയങ്കരമായിട്ട് ഞാൻ റെഫറൻസിൽ എടുത്തിട്ടുള്ള അങ്ങനൊന്നും പറയാം. പറയേണ്ടതല്ലേ, ഭയങ്കര അഗ്രസീവാണ് നമ്മൾ. പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു പ്രതികരണം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു വിഷയം വരുന്നു, വളരെ ഒരു നീതിയുക്തമല്ലാത്തൊരു ചർച്ചാ വിഷയത്തിൻ്റെ മുകളിൽ നടക്കുകയാണ്, അല്ല നമ്മുടെ പക്ഷം പറയാൻ വേണ്ടി ഒരാൾ പോവാണ്. ആ ആളിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു അഗ്രസീവ്നെസ് ഉണ്ട്. അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്ന ഒരാളായിട്ടാണ്. ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആൾക്കാർ പലപ്പോഴും കമന്റ് പറയാറുണ്ട്, ഇങ്ങനത്തെ വിഷയത്തിലൊന്നും വക്കീൽ പോയാൽ നിങ്ങളൊരു ശാന്തരാണ്, നിങ്ങൾ ആ യുവരാജിനെ വിടും, യുവരാജാണെങ്കിൽ അവരെ അടിച്ചൊതുക്കും അല്ല അങ്ങനെ. അല്ലല്ല, അത് ശരിയാ. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പണ്ട് മുതലേ ശീലമുള്ളത് പ്രസംഗമാണ്, ചർച്ചകളല്ല. അപ്പോൾ ചർച്ചകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ലിമിറ്റഡ് സമയമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ സമയത്തിനിടയ്ക്ക് നമുക്ക് യു ഹാവ് ടു ഡ്രൈവ് ഹോം ദ പോയിന്റ്. പിന്നെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യണം, ഷാർപ്പായിട്ടുള്ള മറുപടി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ആമുഖമൊന്നുമില്ലാതെ പോയിന്റിലേക്ക് നേരിട്ട് കയറിയെങ്കിൽ മാത്രമേ ചർച്ചയെ നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ യുവരാജൊക്കെ ചെയ്യുന്ന സാധനം അതാണ്. അതായത് ആദ്യം മുതൽ തന്നെ അങ്ങനെ ചെയ്താൽ നല്ല ധാരണയുണ്ട്. നമുക്ക് പരമാവധി ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ കിട്ടുള്ളൂ. ആ 3 മിനിറ്റിൽ പറയേണ്ട സാധനം സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വളരെ പെട്ടെന്ന് വരും. ഞാനൊക്കെ തയ്യാറെടുത്ത് പറഞ്ഞു വരുമ്പോഴേക്കും അവതാരക നോട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ കാര്യം എന്താ പറയുക ശംഖു, ഒന്നാമത്തെ കാര്യം നമ്മൾ അവിടെ ഇരിക്കുന്ന ഫ്ലോറിനകത്ത് നമുക്കൊരു ധാരണയുണ്ട് 1-4 ആണ് നമ്മൾ പോയിരിക്കുന്നത്. നമ്മളിത് എന്ത് പറഞ്ഞിരുന്നാലും ഇപ്പൊ കാക്കയുടെ നിറം കറുപ്പാണോ വെളുപ്പാണോ എന്നാണ് അവര് പറയുകയാണ്, കാക്കയുടെ നിറം വെളുപ്പാണോ എന്നാണ് അവര് പറയുന്ന പോയിന്റ് എന്ന് വെച്ചോളൂ. നമ്മൾ ഇനി എത്ര നമ്മൾ സ്ഥാപിച്ചാലും ആ ഇരിക്കുന്ന 4 പേര് സമ്മതിച്ചു തരാൻ പോകുന്നില്ല കാക്കയുടെ നിറം കറുപ്പാണെന്നുള്ള കാര്യം. അപ്പൊ ഞാൻ ഇവരെ 4 പേര് അങ്ങ് വിടും. നിങ്ങളോട് സംസാരിക്കലല്ല എന്റെ പണി, ഞാൻ അഡ്രസ് ചെയ്യുന്ന പബ്ലിക്കിനെയാണ്. അവർക്ക് കൺവിൻസ്ഡ് ആയി നിങ്ങൾ എന്തോ പറഞ്ഞിട്ട് പോകുന്ന പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. നല്ല ഉരുളക്കുപ്പേരി പോലെയുള്ള മറുപടി ഇപ്പൊ അന്നത്തെ ജ്യോതികുമാർ സമകാലയുള്ള ചർച്ചയിൽ
എടാ വെച്ചപ്പോ എന്താ ശരി നീ പറയണ അത് ആ സമയത്തിന് തോട്ടാണ്. എന്താണെന്നറിയോ, അത് ഇതുപോലൊരു ചർച്ച കഴിഞ്ഞ ഉത്തരാണോ നീ പറയണ അറിയാം. അല്ല അതെന്താ വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഉത്തരാട ഈ പറഞ്ഞ പോലെ കണ്ണൂർക്ക് പോകണം, രാത്രി 10 മണിയുടെ ട്രെയിനാണ്. അപ്പൊ 1 മാസത്തേക്ക് ചർച്ചയ്ക്ക് കയറില്ല. അന്ന് സ്വർണ്ണപ്രസാദ വിളിച്ചു പറഞ്ഞു, ഞാൻ 1 മാസത്തേക്ക് ചർച്ചയ്ക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ ചർച്ചയ്ക്ക് ഇപ്പൊ തിരുവനന്തപുരത്തെ ട്രാഫിക് അതിഭീകരമാണ്. അപ്പൊ 7:30 തൊട്ട് 8:30 വരെ ചർച്ച. 10 മണിക്ക് എന്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അരമണിക്കൂറും ഇറങ്ങിയാൽ റെയിൽവേ സ്റ്റേഷൻ എത്തുള്ളൂ. അപ്പൊ എനിക്ക് ഇതിൻ്റെ ഇടയിൽ മോനെ വിളിക്കാൻ പോണതാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തിട്ട് പോവാം. പിന്നെ മാത്രമല്ല, എന്നാ സുരേഷ് ഗോപി വിഷയമാണ്, തൃശ്ശൂർ പൂരം വിഷയമാണ്. അപ്പൊ കഴിഞ്ഞ 2 തവണയായിട്ട് ഇതേ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് മടുക്കുകയും ചെയ്യും. ഇനി എന്ത് പറയാൻ, പ്രത്യേകിച്ചൊന്നും പറയില്ല, പറയാനുള്ള മൊത്തം പറഞ്ഞു. അവിടെ ചെന്നിരുന്നപ്പോഴാണ് തുടക്കം മുതൽ BJPക്ക് കേരളത്തിൽ ഐത്തമുണ്ട്, നവതാരകം തന്നെ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പൊ പിന്നെ അതുവരെ ഞാൻ ഇതുവരെ ഈ അഗ്രസീവ് മോഡ് ഞാൻ അന്ന് വരെ പിടിച്ചിട്ടില്ല. എൻ്റെ ഒരു ചർച്ചയിൽ ഈ അഗ്രസീവ് മോഡില്ല, വളരെ ശാന്തമായി പറയുന്നു പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്, എന്താ ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉടനെ അവതാരം എന്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു ടോണിൽ അങ്ങ് തുടങ്ങി. ഈ തുടക്കത്തിൽ അടിയുണ്ടായാലേ നമുക്ക് പിന്നെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല, നമ്മുടെ പോയിന്റ് പറയാൻ പറ്റില്ല. ഈ ചർച്ചയുടെ എൻഡിലാണ് അടിയുണ്ടാകുന്നതെങ്കിൽ ഓക്കെയാണ് നമുക്ക്. പക്ഷെ ഇത് തുടക്കത്തിലേ നമ്മൾ ഈ ഒരു വിഷയത്തിൽ പോകുന്ന സാഹചര്യമാണ് അന്നുണ്ടാകുന്നത്. പിന്നെ അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ ഇദ്ദേഹം, ഞാനത് ആളില്ലാത്ത സ്ഥലത്ത് പറയുന്നത് ശരിയല്ല, എന്നാലും ഇദ്ദേഹം ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്, നീ അവിടെ പഞ്ചപുച്ഛ അടക്കിയിരിക്കുന്നു എന്നോട് പറയുന്നത്. അത് ഭയങ്കര പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. പഞ്ചപുച്ഛ അടക്കിയിരിക്കാൻ പറയുമ്പോൾ, പഞ്ചപുച്ഛ അടക്കാൻ പറഞ്ഞാൽ നമ്മുടെ 5 ദ്വാരങ്ങൾ അടച്ച് നമ്മൾ നിൽക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഇദ്ദേഹം എതിർ പാനലിസ്റ്റ് ആണ് വന്നിട്ട് എന്നോട് ആരാ പഞ്ചപുച്ഛ അടക്കി നിൽക്കാനൊക്കെ പറയാൻ. അപ്പോഴേ ഞാൻ കുറച്ചൊന്ന് നിർത്തിയിട്ടേ അവിടെ നിന്ന് ഞാൻ നോക്കി വരികയാണ്. പിന്നെയും ഞാൻ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞത് വിളിക്കരുത്, ഇങ്ങനെ പറയരുത്, ഇന്ന് എങ്ങനെ എന്നെ വിളിക്കും എന്ന് പറയും. പിന്നെ ഞാൻ എന്ത് പറയാനാ, ഇറന്ന് പറയല്ല, എനിക്ക് പെട്ടെന്ന് ചോട്ട മുമ്പിലോ മോഹൻലാലിലോ വേണം. ശരിയാ, നീ വിളിച്ചോടാ. അല്ല അത് ആ നിമിഷത്തിലെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയതുകൊണ്ടാണ് അതിനെ കൗതുകം ഉണ്ടാകുന്നത്. അല്ല, അത് ഈ ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പുറത്തിരിക്കുന്ന ആൾ എന്ത് പറയും എന്നുള്ളത് നമുക്ക് ഫാക്ച്വൽ ആയിരിക്കാം, ചിലപ്പോൾ ചരിത്രപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് കൗണ്ടർ ചെയ്യുന്നതായിരിക്കാം. അതിന് ആ സമയത്ത് ഉണ്ടാവുക 1 വിറ്റാണ്, 2 മെമ്മറിയാണ്, 3 ആർട്ടിക്കുലേഷനാണ്. അപ്പൊ ഈ 3ഉം ദൈവാധീനമാണ്. നമുക്ക് ആ ഒരു സമയത്ത് പ്ലാൻ ചെയ്തിട്ടൊന്നും നടക്കണമെന്നില്ല. കർണന്റെ കൂട്ടാണ്. കർണന് കിട്ടിയ പോലത്തെ ശാപം കിട്ടി കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ എനിക്കിത് ഓർമ്മ വരും എന്ന് മാത്രമാണെങ്കിൽ ആ 10 സെക്കൻഡ് പോയി ചർച്ചയിൽ. സരസ്വതി കടാക്ഷമാണ് വേണ്ടത്. അപ്പൊ ആ ഒരു നോട്ടിൽ എല്ലാ ആൾക്കാർക്കും സരസ്വതി കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരുടെയും ഈ ഒരു അവസരം തന്നതിന് ജനം ടിവിയുടെ ക്രൂവിന് എല്ലാവർക്കും നന്ദിയും പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറ്റവും സമൃദ്ധമായിട്ടുള്ള ഒരു ഓണക്കാലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ.